ഹേ ഗൈസ്, അപ്പോൾ നമ്മളൊരു സോളോ റൈഡ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. എന്തായാലും നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് മാറ്റി വെച്ച ആ ഒരു കണ്ടൻറ്റ് ഇന്ന് തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ E20 ഫ്യൂവലിനെ കുറിച്ചാണ്. അപ്പോൾ 2025 പകുതിക്ക് ശേഷം നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കായിരിക്കും E20 ഫ്യൂവൽ എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ E20 എന്ന് പറഞ്ഞ എഥനോളാണ്. ഇത് ഉണ്ടാക്കുന്നത് ചക്ക, ചോളം, അരി ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്നും ഭാവിയിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില കൂടാൻ സാധ്യതയുണ്ടെന്നും എനിക്കറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നിങ്ങൾക്കാർക്കും ഇപ്പോൾ ഫ്യൂൽ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന പെട്രോൾ 100% പെട്രോൾ അല്ലാന്ന്. അപ്പോൾ അത് മുന്നേ 100% ആയിരുന്നില്ല, കാരണം പെട്രോളിൽ ഒരുപാട് അഡിറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മളെ ഗ്രീൻ ആൾട്ടർനേറ്റീവായിട്ട് എഥനോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇത് വളരെ പെട്ടെന്നാണ് കൂടുതലായിട്ട് റോൾ ഔട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ആളുകൾക്കൊന്ന് ഉൾക്കൊള്ളാനുള്ളൊരു സമയം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ വാഹന കമ്പനികൾ പോലും അതിനു വേണ്ടിയിട്ട് റെഡി ആയിരുന്നില്ല. അതിൻ്റേതായ ഒരു പ്രക്ഷോഭം നിങ്ങൾക്കിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും. ഈ E20 കൂടുതൽ റോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് അത് കർഷകർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. കാർബൺ മോണോക്സൈഡ് പോലുള്ള എമിഷൻസ് വാഹനങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കുറയുമ്പം നമ്മുടെ പൊല്യൂഷനും സ്വാഭാവികമായിട്ട് കുറയും. അതുപോലെ തന്നെ വാഹനങ്ങൾക്കും നല്ലതാണ്, കാരണം കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറയും. അതുപോലെ തന്നെ ഈ E20 എന്നുള്ളത് ഒരു ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ള ഫ്യൂവലാണ്. എനർജി വളരെ കുറവുള്ള ഫ്യൂവലാണ്, പക്ഷേ അതിന് ഒക്ടേൻ വാല്യൂ കൂടുതലാണ്. 2023 ശേഷമുള്ള വണ്ടികൾക്ക് മാത്രമാണ് അതുകൊണ്ട് കാര്യമായ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അതിന് മുന്നേയുള്ള വണ്ടികളാണെങ്കിൽ പതിയെ ഓരോ പണി നിങ്ങൾക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ 18 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണെങ്കിൽ അത് 16ലേക്ക് കുറഞ്ഞിട്ടുണ്ടാവും. ഒരു 6 to 10% വരെ മൈലേജ് ഡ്രോപ്പ് ഓരോ വണ്ടികൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അത് 2023 ശേഷമുള്ള വണ്ടികളാണെങ്കിലും അതിന് മുന്നേയുള്ള വണ്ടികളാണെങ്കിലും മൈലേജ് ഡ്രോപ്പ് എല്ലാ വാഹനങ്ങൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിനുള്ള ഒരു ഡൗൺ സൈഡാണ് വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നത് എന്നുള്ളത്. മാത്രമല്ല 2025 മുന്നേയുള്ള വണ്ടികളാണെങ്കിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളും കൂടെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ഒരു 5 വർഷം സുഖമായിട്ട് കാര്യമായ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ ഓടേണ്ട വണ്ടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് തന്നെ ഓരോ പണികൾ നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, മൈലേജ് ഡ്രോപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ഫ്യൂൽ ഹോസ്, ഫ്യൂൽ ടാങ്ക്, പിന്നെ ഇഞ്ചക്ടറും കാര്യങ്ങളും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തുരുമ്പിച്ച് വണ്ടിക്ക് മെല്ലെ ഓരോ പണികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടാകും. ഓൾറെഡി വർക്ക്ഷോപ്പിൽ കയറ്റി ഇതൊക്കെ മനസ്സിലാക്കിയവരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടികളുടെ ഓരോ പാർട്സ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഫ്യൂൽ ഹോസും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്നതിനോടുകൂടി അപ്ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂൽ ടാങ്ക്, ഫ്യൂൽ ഹോസും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാം. പക്ഷേ ഇഞ്ചക്ടറൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. 2023 ശേഷമുള്ള വണ്ടികൾക്ക് ECMൽ ട്യൂണിങ്ങിൽ കാര്യമായ മാറ്റമുണ്ട്. കാരണം എഥനോൾ വന്നതിന് ശേഷം നമുക്ക് പഴയൊരു എയർ ഫ്യൂൽ മിക്സർ യൂസ് ചെയ്താൽ മതിയാവില്ല. വണ്ടികൾക്ക് കൂടുതൽ പെർഫോമൻസും എഫിഷ്യൻസിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്യൂണിങ്ങിൽ എന്തായാലും മാറ്റം വരുത്തിയേ പറ്റൂ. അതിനൊക്കെ അനുസരിച്ചാണ് 2023 ശേഷമുള്ള വാഹനങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേയുള്ള വണ്ടികളാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 2023 മുന്നേയുള്ള വണ്ടികളിൽ E20 ഫ്യൂൽ ഉപയോഗിച്ചാൽ ഇത്രയും പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള പുതിയ വണ്ടികളിൽ E20 ഫ്യൂൽ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വണ്ടികൾ കുറച്ചും കൂടെ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. തുരുമ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാർട്സും സിന്തറ്റിക് റബ്ബർ ഹോസുകളും കാര്യങ്ങളൊക്കെയാണ് പുതിയ വണ്ടികളിൽ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കൊറോഷനിൽ നിന്ന് ഒരു പരിധി വരെ നമ്മുടെ വണ്ടികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മളെ പെട്രോളിൻ്റെ ഒക്ടേൻ വാല്യൂ നമ്മൾ കൂടുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒക്ടേൻ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എൻജിൻ്റെ നോക്കിങ് കാര്യങ്ങളൊക്കെ കുറയും. ഒക്ടേൻ വാല്യൂ കുറവാണെങ്കിൽ എൻജിൻ നോക്കിംഗ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പം ഹൈ സ്പീഡിലൊക്കെ ആയിരിക്കും ക്രൂസ് ചെയ്യുക. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ എൻജിൻ മുഴുവനായിട്ടും ടോപ്പിലെത്തുന്നതിന് മുന്നേ, നമ്മളെ സ്പാർക്ക് പ്ലഗ് ഫയർ ചെയ്യുന്നതിന് മുന്നേ പെട്രോൾ തന്നെ ബേണാവും. അപ്പോൾ അങ്ങനെ ബേണാകുന്ന സമയത്ത് നമ്മുടെ എൻജിന് അത് കാര്യമായ പ്രശ്നം ഉണ്ടാക്കും. എൻജിൻ നോക്കിംഗ് വരും. എൻജിൻ്റെ റിലയബിലിറ്റി തന്നെ മുഴുവനായിട്ടും മാറും. E20 വന്നതിന് ശേഷം ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ സോൾവ് ആയിരിക്കുകയാണ്. ഹൈ പെർഫോമൻസ് വാഹനങ്ങളൊക്കെ ആണ് നിങ്ങളുടേതെങ്കിൽ E20 വന്നതിന് ശേഷം കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻജിൻ കംപ്ലീറ്റ് ആയി ഈ ഫ്യൂവലിനെ കംപ്രസ് ചെയ്തതിന് ശേഷം മാത്രമേ, സ്പാർക്ക് പ്ലഗ് ഇഗ്നേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഫ്യൂവൽ ഇഗ്നേറ്റ് ആവുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു റിലയബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. അത്രയും നല്ലൊരു പോസിറ്റീവ് സൈഡ് നമ്മുടെ ഈ E20 ഫ്യൂവലിനുണ്ട്. മൈലേജ് ഡ്രോപ്പ് ഒരു കാര്യം തന്നെയാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ദൂരയാത്ര പോവുകയാണ്. അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചാൽ പിന്നെ വൈകുന്നേരം മാത്രമേ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് എനർജി കിട്ടുന്ന ഫുഡുകൾ, കൂടുതൽ നോൺ വെജും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എനർജി കിട്ടും, ഒരു എനർജി ബൂസ്റ്റ് ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഡൈജഷനെ അത് സാരമായിട്ട് ബാധിക്കും. ചിലപ്പോൾ ഒരുപാട് ദൂരം ഇരുന്നിട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡൈജഷനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഓവറോൾ മൂഡിനെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നേരെ മറിച്ച് നിങ്ങൾ ഈ നോൺ വെജ് കഴിക്കുന്നതിൻ്റെ കൂടെ നോർമലായിട്ടുള്ള വെജും കൂടെ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൈജഷനും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകും. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ലെവലും കൂടും. അപ്പോൾ ഇത് സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ ഫ്യൂവലിലും ഉണ്ടാകുന്നത്. പെട്രോൾ മാത്രം ഉപയോഗിക്കുമ്പോൾ പെട്രോളിന് എനർജി കൂടുതലാണ്, ചിലപ്പം മിസ്ഫയർ ആകാനും നോക്കിങ് വരാനൊക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എഥനോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പഷൻ സ്മൂത്ത് ആകുന്നു, നമുക്ക് നോക്കിങ് കുറയുന്നു, നമ്മുടെ വണ്ടിയുടെ എൻജിന് ഒരു ബെറ്റർ ലൈഫും ബെറ്റർ റിലയബിലിറ്റിയും കിട്ടുന്നു. അപ്പം ഇത്രയും പോസിറ്റീവ് സൈഡാണ് നമുക്ക് E20 ഫ്യൂൽ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് പുതിയ വണ്ടികൾക്ക് ഉണ്ടാകുന്നത്. E20 ഫ്യൂൽ കേപ്പബിൾ ആയിട്ടുള്ള വാഹനങ്ങളെല്ലാം സേഫാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. കാരണം 2026-27 കൂടി E40 E60 ഗവൺമെൻറ് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം E20 പ്രത്യേകിച്ച് ഒരു അനൗൺസ്മെൻറ്റും ഇല്ലാതെയാണ് പുഷ് ചെയ്തതെങ്കിൽ അതും അതിൻ്റെ വരവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം E20 ഫ്യൂവൽ കേപ്പബിൾ ആണെന്ന് പറഞ്ഞ് സന്തോഷിച്ച് നടക്കുന്ന വണ്ടികളെല്ലാം തന്നെ അന്നേരം പണി തന്ന് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.